ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ഇൻട്രാഡേ സ്ട്രാറ്റജീനെ കുറിച്ചാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജിയുടെ പേരെന്ന് പറയുന്നത് CPR ബ്രേക്കൗട്ട് സ്ട്രാറ്റജിയാണ്. അപ്പോൾ പേരിൽ തന്നെയുണ്ട് CPR യൂസ് ചെയ്തിട്ട് CPRനെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു സ്ട്രാറ്റജിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ഇൻട്രാഡേ സ്ട്രാറ്റജിയാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ സ്ട്രാറ്റജിയുടെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു എഡ്ജ് എന്ന് പറയുന്നത് CPRകളും പിവറ്റ് പോയിൻറ്റ്സ്, ഈ സംഭവങ്ങൾ, അതുപോലെ തന്നെ മൂവിങ് ആവറേജ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് FIIസും DIIസും ട്രേഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററായിട്ട് അറിയപ്പെടുന്ന ഒരു വൈഡ്ലി നോൺ ഇൻഡിക്കേറ്ററാണ് ഇത് രണ്ടും. അപ്പോൾ FIIസും DIIസും ഒക്കെ വളരെ അധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് CPRും പിവറ്റ് പോയിൻറ്റും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതിനെ തന്നെ ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് FIIസിൻ്റെയും DIIസിൻ്റെ ഒപ്പം നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് ഒരു എഡ്ജാണ്. കാരണം റീറ്റെയിൽ ട്രേഡേഴ്സ് ബിഗ് പ്ലെയേഴ്സിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് നോക്കുമ്പോഴാണ് ലോസുകൾ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ അവർക്കൊപ്പം തന്നെ നീങ്ങാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും നല്ലപോലെ ഇൻട്രാഡേ ട്രേഡുകൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ CPR ബ്രേക്കൗട്ട് സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചാർട്ടുകൾ നോക്കിയിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു CPR ബ്രേക്കൗട്ട് സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പം നിങ്ങളെൻ്റെ മുന്നിൽ കാണുന്നത് ആൽക്കമിൻ്റെ ലാബാണ്. ആൽക്കം ലാബ്സിൻ്റെ ചാർട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലെ ചാർട്ടാണ്. ഇൻട്രാഡേ ആണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് 5 മിനിറ്റ്. ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ആവാനായിട്ട് ഞാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഫ്രെയിമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് 5 മിനിറ്റ് ക്യാൻഡിലാണ്. അപ്പോൾ 5 മിനിറ്റാണ് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ആൽക്കം ലാബ്സിൻ്റെ ചാർട്ടിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ കാണുന്നതാണ് CPR. ഈ ബ്ലൂ ലൈൻ, പിന്നെ ഈ മിഡിൽ ഈ പിങ്ക് ലൈൻ, പിന്നെ ഈ ബ്ലൂ ലൈൻ. അപ്പോൾ ഈ 3 ലൈനുകളും കൺസിസ്റ്റ് ചെയ്യുന്ന, ഈ 3 ഡോട്ടഡ് ലൈൻസ് കൺസിസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു CPR എന്ന് പറയാം. ഇതിന് അപ്പർ CPR എന്ന് പറയും, ഇതിന് ലോവർ CPR, ഇതിന് സെൻട്രൽ CPR എന്നും പറയും. അപ്പോൾ ഇത് 3ഉം ഇൻക്ലൂഡഡ് ആണ് CPR എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ CPR ബ്രേക്കൗട്ട് മുകളിലേക്കും താഴത്തേക്കും ഒരുമാതിരി നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യം, CPR ബ്രേക്കൗട്ട് താഴ്ത്തിക്കാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് മുകളിലേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഞാൻ കുറേ ചാർട്ടുകൾ കണ്ടിട്ടുള്ളത് ഈ ഒരു ലോവർ ബ്രേക്കൗട്ടാണ് കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ CPRൻ്റെ ലോവർ CPR ലൈനിൻ്റെ ഈ ബ്ലൂ ഡോട്ടഡ് ലൈനിൻ്റെ അവിടെ ക്യാൻഡിൽസ് കുറേ നേരം കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു CPRനെ ബ്രേക്കൗട്ട് തന്നു, ഫോൾസ് ബ്രേക്കൗട്ടാണ്, അത് തിരിച്ചു കയറി, വീണ്ടും ബ്രേക്കൗട്ട്, തിരിച്ചു കയറി, അങ്ങനെ കുറേ നേരം ഈ ഒരു സെൻട്രൽ ലോവർ പിവറ്റ് അല്ലെങ്കിൽ ലോവർ CPRൻ്റെ അവിടെ കുറേ നേരം കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്കൗട്ട് നടന്നത്. അപ്പോൾ നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോഴായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിലൊക്കെ ആയിരിക്കും നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്തു 2981 അല്ലെങ്കിൽ 2982 റീജിയനിൽ എൻട്രി എടുത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ഈ ഒരു കൺസോൾട്ടേഷൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അല്ലെങ്കിൽ ഈ ഒരു പിങ്ക് ലൈൻ സെൻട്രൽ CPRൻ്റെ തൊട്ട് മുകളിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഒരു 2991 നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അതായത് നമുക്ക് നമ്മുടെ ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ നോക്കിയാൽ കാണാം 0.3% ആണ് സ്റ്റോപ്പ് ലോസ്. അടുത്ത നമ്മുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന പിവട്ടോ അല്ലെങ്കിൽ CPR സപ്പോർട്ടോ. ഇപ്പോൾ CPR സപ്പോർട്ട് ഈ ഗ്രീൻ ഡോട്ടഡ് ലൈൻ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഇവിടെയാണ് CPR സപ്പോർട്ട്. ഇതെന്ന് പറഞ്ഞാൽ 0.8-0.9% ടാർഗറ്റ് വയ്ക്കുക. അപ്പോൾ ഒരു 1:3 ട്രേഡാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റിയ. അപ്പോൾ ഇത് താഴ്ത്തിക്കുള്ളൊരു ബ്രേക്കൗട്ടാണ്. വളരെ എഫക്റ്റീവായിട്ട് തന്നെ ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്തു. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ 2 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം ഏറ്റവും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് 2 സമയത്താണ്. ഒന്നെന്ന് പറയുന്നത് CPR കുറച്ച് വൈഡ് CPR ആവണം. ഇപ്പോൾ ഈ CPR തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ആവശ്യത്തിന് വൈഡാണ് CPR. അപ്പോൾ വൈഡ് അല്ലാത്ത CPRൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. ഈ CPR ഉണ്ടല്ലേ, ഇത് വൈഡ് CPR അല്ല. ഇപ്പോൾ നിങ്ങൾ ഈ CPR ഒക്കെ വെച്ച് നോക്കുമ്പോൾ നോക്കിയാൽ വ്യത്യാസം കണ്ടില്ലേ. ഈ CPR എന്ന് പറഞ്ഞാൽ ഒട്ടും വിട്ടിൽ ഭയങ്കര ചെറിയൊരു CPR ആണ്. ഓൾമോസ്റ്റ് ഒരു 3008-9 തൊട്ട് ഒരു 3005, ജസ്റ്റ് ഒരു 4 പോയിൻറ്റ്സിൻ്റെ ഉള്ളൊരു ചെറിയൊരു CPR ആണിത്. അതേസമയം ഇവിടെ നിങ്ങൾക്ക് നോക്കിയേ ഒരു 2987 അല്ലെങ്കിൽ 2988 തൊട്ടിട്ട് 2978, ഓൾമോസ്റ്റ് 10 പോയിൻറ്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഈ CPRൽ. അപ്പോൾ വൈഡർ ദ CPR ബെറ്റർ ദ സ്ട്രാറ്റജി, അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതാണ് ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. CPR കുറച്ച് വൈഡ് ആണെങ്കിലാണ് ഇത് വർക്ക് ആവുള്ളൂ. അപ്പോൾ വൈഡ് അല്ലാത്ത CPRൽ നിങ്ങൾ
ഒരു ബ്രേക്കൗട്ട് കണ്ടാൽ ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു ലോ പ്രോബബിലിറ്റി ട്രേഡ് ആയിരിക്കും. ഇനി രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കൺസോളിഡേഷനും കൂടി കണ്ടാൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. കാരണം ഈ ഒരു കൺസോളിഡേഷൻ കണ്ടതിന് ശേഷമാണ് ഞാൻ പലപ്പോഴും ഈ ഒരു വലിയ മൂവ്സ് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് അല്ലെങ്കിൽ കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ട്രേഡുകൾ ഞാൻ ഇപ്പോഴാണ് കണ്ടിട്ടുള്ളത്. അതായത് ഈ ഒരു ബ്രേക്കൗട്ടിന് മുമ്പായിട്ട് നല്ല പോലെ ഒരു കൺസോളിഡേഷൻ നടക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും അതാണ് നല്ലത്. നമ്മൾ നമ്മുടെ ചാർട്ട് പാറ്റേൺസിലും പഠിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിൾ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും? ട്രയാങ്കിൾ പാറ്റേൺ ബേസിക്കലി ഒരു കൺസോളിഡേഷനാണ്. അപ്പോൾ ആ കൺസോളിഡേഷൻ കഴിഞ്ഞിട്ടാണ് നല്ല ബ്രേക്കൗട്ടുകൾ കിട്ടാറ്. അപ്പോൾ ഇവിടെയും ഒരു കൺസോളിഡേഷന് ശേഷമാണ് നമുക്ക് നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിപ്പോൾ ഇത് ആൽക്കം ലാബ്സിൻ്റെ ചാർട്ടാണ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു CPR ആവശ്യത്തിന് വൈഡ് CPR ആണ് അല്ലേ. അപ്പോൾ ഈ CPRനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി വൈഡ് CPR ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു CPR ബ്രേക്കൗട്ട് തിയറി നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ അങ്ങനെ കൺസോളിഡേഷൻസ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ബ്രേക്കൗട്ട് തരുമ്പോഴാണ് നമ്മുടെ ആദ്യത്തെ എൻട്രി പോസിബിലിറ്റി. അപ്പോൾ ഇവിടുത്തെ ബ്രേക്കൗട്ട് ഈ ക്യാൻഡിൽ തന്നു. അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കുന്നതിന് പകരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊരു ഫോൾസ് ബ്രേക്കൗട്ട് ആണോ എന്ന് നോക്കാനായിട്ട് എപ്പോഴും വെയിറ്റ് ചെയ്യുന്നൊരു നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതൊരു ഫോൾസ് ബ്രേക്കൗട്ടായിട്ട് തിരിച്ച് താഴോട്ട് വന്നു. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. കാരണം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നല്ല മൂവ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യാണ്. വീണ്ടും സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് വന്നു. വീണ്ടും ഇവിടെ കൺസോൾട്ടേഷൻ കണ്ടു. അപ്പോൾ ഈ രണ്ടാമത്തെ കൺസോൾട്ടേഷൻ കാണുമ്പോൾ നമ്മൾ വീണ്ടും അലർട്ട് ആവുകയാണ്. വീണ്ടും ട്രേഡിനുള്ള പോസിബിലിറ്റീസ് നോക്കുകയാണ്. അങ്ങനെ ഇവിടെ വീണ്ടും ഒരു ബ്രേക്കൗട്ട് നടന്നു. അപ്പോൾ ഈ ക്യാൻഡിലും നമ്മൾ എൻട്രി അടിക്കില്ല, നമ്മൾ വെയിറ്റ് ചെയ്യും. കാരണം നമ്മൾ ഈ ഒരു ഫോൾസ് ബ്രേക്കൗട്ട് ആദ്യം തന്നില്ലേ ഈ ഒരു ലെവൽ, ഇത് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ വെയിറ്റ് ചെയ്തു, ഇവിടെ ബ്രേക്കായി. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മുടെ എൻട്രി എടുക്കുക. അപ്പോൾ ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് ഒരു 0.5% നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേസമയം നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഒരു 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. അപ്പോൾ ഒരു 1:1 ട്രേഡാണിത്. അപ്പോൾ ഇങ്ങനത്തെ ട്രേഡുകൾ നിങ്ങളുടെ റിസ്ക് റിവാർഡിന് ഒത്ത ട്രേഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഒരു സ്ഥലത്ത് കൂടി സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ പിവട്ടിൻ്റെ അല്ലെങ്കിൽ CPR അപ്പർ CPRൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അപ്പോൾ ഒരു 0.3, അപ്പോൾ ഒരു 1:5 ട്രേഡാണ്. 1:1.5 റിസ്ക് റിവാർഡുള്ള ട്രേഡാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. CPR വൈഡ് ആയിരിക്കണം, അതുമാതിരി കൺസോളിഡേഷനും ഉണ്ടാവണം. കൺസോളിഡേഷൻ ഇല്ലാണ്ടും CPR ബ്രേക്കൗട്ട് തിയറി ഒരു പരിധി വരെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എപ്പോഴും ബെസ്റ്റ് ഒരു കൺസോളിഡേഷൻ ഉണ്ടെങ്കിലാണ്. ഇനി നമുക്ക് ACC സിമെൻസിൻ്റെ ചാർട്ട് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഒരു CPR വൈഡ് ആണോ എന്ന് ചോദിച്ചാൽ നോർമൽ കേസസിൽ വൈഡ് തന്നെയാണ്. അല്ലാണ്ട് അത്ര എക്സ്ട്രാ വൈഡ് അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി വൈഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ആദ്യം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് മുകളിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മുകളിൽ ഈ ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് വോളറ്റിലിറ്റി കാരണമാണ്. സമയം 9:30. ഞാൻ ഇൻട്രാഡേ ടൈമിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു ലിങ്ക് കൊടുക്കാം. ഇവിടെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിലൊന്നും ട്രേഡ് എടുക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ നോക്കും. നിങ്ങൾക്ക് പ്രോപ്പർ സെറ്റപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ട്രേഡ് എടുക്കില്ല. ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് മുകളിൽ ഒരു സപ്ലൈ സോൺ ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തൊട്ട് മുകളിലൊരു ഇമ്പോർട്ടൻറ്റ് സപ്ലൈ സോൺ ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ സോൺ ഉള്ളത് കൊണ്ട് നമ്മൾ ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അപ്പ് സൈഡിലേക്ക്. കാരണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതായിരിക്കും. നമ്മൾ ഇവിടെ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 0.4% അല്ലെങ്കിൽ 0.35%, ഒരു ചെറിയൊരു ടാർഗറ്റാണ് നമുക്കിവിടെ വയ്ക്കാൻ പറ്റുക. അതുമാതിരി ലോ പ്രോബിലിറ്റി ട്രേഡാണ്. കാരണം ഇവിടെ ഒരു വിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ ഒരു വിക്കുമുണ്ട്. അപ്പോൾ ഈ വിക്ക് എന്ന് പറഞ്ഞാൽ ഒരു റിജക്ഷൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ നമ്മൾ അവിടെയും നമ്മൾ എൻട്രി എടുക്കില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇവിടെ വീണ്ടും ഇവിടെ ഒരു കൺസോളിഡേഷൻ നടക്കുന്നുണ്ടായി. അപ്പോൾ ഇവിടെ ബ്രേക്കൗട്ട്, ഒരു ഫോൾസ് ബ്രേക്കൗട്ട് വന്ന് ഇവിടെ ഇങ്ങനെ കിടന്ന് കൺസോളിഡേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടെയല്ല നമ്മൾ എൻട്രി എടുക്കുക. നമ്മൾ എൻട്രി എടുക്കുന്ന ഈ ലെവൽ ബ്രേക്ക് ചെയ്യും. ഈ ഫോൾസ് ബ്രേക്കൗട്ടിൻ്റെ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുക. അങ്ങനെ നമ്മൾ ഈ ക്യാൻഡിലില്ലേ, ഈ ഫോൾസ് ബ്രേക്കൗട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത ഈ ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുക്കുക. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യം ചെയ്യാൻ പറ്റും. ഒന്ന് ഇവിടെ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക, ഒരു ചെറിയൊരു പുൾ ബാക്കിന് വെയിറ്റ് ചെയ്യാം. അതിവിടെ നടന്നിട്ടുണ്ടായി. പക്ഷെ നിങ്ങൾ ഇവിടെ തന്നെ എൻട്രി എടുത്തു എന്ന് വിചാരിക്കുക. ഇവിടെ എൻട്രി എടുത്ത് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മുകളിലായിരിക്കും. ഇപ്പോൾ ഒരു 0.4% സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. നിങ്ങൾ ടാർഗറ്റായിട്ട് ഈ പിവട്ട് അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് സോൺ, CPRൻ്റെ സപ്പോർട്ടാണിത്, ഈ ഗ്രീൻ ലൈൻ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ ടാർഗറ്റ് എക്സാക്ട്ലി നമ്മുടെ ടാർഗറ്റ് എത്തിയില്ല. അതിന് മുമ്പ് ഇവിടെ തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്തു. പക്ഷേ ഓൾമോസ്റ്റ് 1.2% ഒരു ഡൗൺ മൂവ്മെൻറ്റ് നടന്നു. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ടാർഗറ്റ് ഇവിടെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ലെങ്കിലും ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നമ്മുടെ നോർമൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 0.5%, 0.7, 0.1% ഒക്കെയാണ് മാക്സിമം. അപ്പോൾ അതിന് മേലേക്ക് നിങ്ങൾ ഇൻട്രാഡേയിൽ നോക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും കൺവിക്ഷൻ ഉണ്ടാവണം ആ ട്രേഡിൻ്റെ പുറത്ത്. ഇപ്പോൾ ഇവിടെ 1.3%-ൻ്റെ മൂവ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മേലേക്ക് നോക്കാണ്ടിരിക്കുന്നതാണ് ഒരു നല്ല കാര്യം. നിങ്ങളൊരു 0.5% അല്ലെങ്കിൽ 0.7% കിട്ടുമ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോരുക. ഓൾറെഡി നിങ്ങൾക്ക് 1:2, 1:3 ട്രേഡ് വരെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ CPR ബ്രേക്കൗട്ട് തിയറി അല്ലെങ്കിൽ CPR ബ്രേക്കൗട്ട് എന്ന സ്ട്രാറ്റജി ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. 2 ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഒന്ന് CPR വൈഡ് ആയിരിക്കണം, രണ്ടാമത്തെ പറയുന്നത് ഒരു കൺസോളിഡേഷൻ ബ്രേക്കൗട്ടിന് മുമ്പായിട്ട് കാണണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ട്രേഡ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് ആണല്ലോ. ഒരു ഹൈ പ്രോബബിലിറ്റി ട്രേഡ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ലോ പ്രോബബിലിറ്റി ട്രേഡ് ആയിരിക്കും. കാരണം ഇന്ന് ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ആൽക്കമിൽ. ആ ട്രേഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നത് ആൽക്കമിൻ്റെ ചാർട്ടാണ്. തൊട്ട് മുമ്പത്തെ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചാണ് നമ്മൾ പഠിച്ചത്. ഞാൻ തൊട്ടടുത്ത ദിവസത്തെ ഇന്നത്തെ ചാർട്ട് വെച്ചാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ മെയ് 19 അന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്നൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ആൽക്കമിൽ. അപ്പോൾ എൻട്രി എൻ്റെ 2953 എന്ന് പറയുന്ന ഇവിടെയായിരുന്നു എൻ്റെ എൻട്രി. 2953, 2954 റീജിയനിലാണ് ഞാൻ എൻട്രി എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കൺസോൾട്ടേഷൻ തന്നു, തിരിച്ച് കയറിപ്പോയി എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് തിരിച്ച് എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു 2964 ഈ റീജിയനിലായിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ്. പക്ഷേ ഒരു വലിയ ക്യാൻഡിൽ ഉണ്ടായി, എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഒരു പ്രശ്നമില്ല, കാരണം അത്രയും വലിയ സ്റ്റോപ്പ് ലോസ് നമ്മൾ 3.5%-ന് മേലേക്ക് സ്റ്റോപ്പ് ലോസ് പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് അത്ര ഉറപ്പുള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ അതിലും വലിയ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഇവിടെ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു, ഒരു 0.6%, 0.7% മുകളിലേക്ക് പോയി. അപ്പോൾ ഈ ട്രേഡ് ഒരു ഫോൾസ് ട്രേഡ് ആയിരുന്നു. നമുക്കിത് ഒരു തെറ്റായ ട്രേഡ്, നമ്മുടെ അനാലിസിസിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ പോയത്. പ്രശ്നമില്ല, നമുക്ക് എല്ലാ ട്രേഡും വർക്ക് ആവണമെന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺസോളിഡേഷൻ ഉണ്ടായിട്ടില്ല. ജസ്റ്റ് 2 ക്യാൻഡിലാണ് ഇവിടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റുക. ഈ ഒരു ക്യാൻഡിലും അതിനുശേഷം ബ്രേക്കൗട്ട് തന്നു. അപ്പോൾ ഒട്ടും കൺസോളിഡേഷൻ ഇല്ലാണ്ടാണ് ഈ ഒരു ബ്രേക്കൗട്ട് തന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫോൾസ് ആവാനായിട്ടുള്ള ചാൻസസ് കൂടുതലായിരുന്നു. എങ്കിലും ഞാൻ ട്രേഡ് എടുത്തു, അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി എൻ്റെ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജീനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ഈ സ്ട്രാറ്റജി ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്കിത് മിക്കവർക്കും നല്ലപോലെ വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ട്രേഡിംഗ് സ്റ്റൈലിന് പറ്റുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ് CPR ബ്രേക്കൗട്ട് സ്ട്രാറ്റജി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.